ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ തിയറാണ് നോക്കാൻ പോകുന്നത്. ലെറ്റ് പി ബി എ പ്രൈം ആൻഡ് എ എനി ഇൻറ്റീജർ സച്ച് ദാറ്റ് പി ഡസ് നോട്ട് ഡിവൈഡ് എ. Then the solution of the linear congruence Ax congruent to B mod P is given by x is congruent to A raised to P minus 2 B mod P. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഇതാണ്. അതായത് പി എന്ന് പറയുന്നത് ഒരു പ്രൈമാണ്. പി എന്നുള്ളത് എനെ ഡിവൈഡ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് അവിടെ എന്ത് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഫെർമാറ്റ്സ് തിയറം അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ പറയുന്നത് ഈ എ എക്സ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് പി എന്നുള്ളതിന് ഒരു സൊല്യൂഷൻ ഉണ്ടാവും. ആ സൊല്യൂഷനെയാണ് നമ്മൾ എക്സ് എന്ന് വിളിക്കുന്നത്. എക്സ് എന്നുള്ളത് കോൺഗ്രുവൻറ്റ് ടു എ റൈസ് ടു പി മൈനസ് ടു ബി മോഡ് പി ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം? പി ഡസ് നോട്ട് ഡിവൈഡ് എ, ദെൻ ദ കോൺഗ്രുവൻസ് എ എക്സ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് പി ഹാസ് എ യുണീക്ക് സൊല്യൂഷൻ. പി എന്നുള്ളത് എനെ ഡിവൈഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? അത് തമ്മിലുള്ള ജി സി ഡി 1 ആണെന്ന് പറയാൻ പറ്റും. അതുകൊണ്ട് അതിനൊരു യുണീക്ക് സൊല്യൂഷൻ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ യുണീക്ക് സൊല്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മൾ തൊട്ട് മുമ്പ് ഒരു തിയറത്തിൽ പറഞ്ഞത് എന്തായിരുന്നു? ഈ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ എ റൈസ് ടു പി മൈനസ് 2 എന്നുള്ളതാണ് അണ്ടർ മോഡുലോ പി എയുടെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിലാണ് നമ്മൾ പറഞ്ഞത് എയുടെ ഇൻവേഴ്സ് എന്താണ്? എ റൈസ് ടു പി മൈനസ് 2 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ എ എക്സ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് പി എന്നുള്ള ലീനിയർ കോൺഗ്രുവൻസിനെ രണ്ട് സൈഡിലും എയുടെ ഇൻവേഴ്സായ എ റൈസ് ടു പി മൈനസ് 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്താ സംഭവിക്കുക? എ റൈസ് ടു പി മൈനസ് 2 ഇൻറ്റു എ എക്സ് ഈസ് കോൺഗ്രുവൻറ്റ് ടു എ റൈസ് ടു പി മൈനസ് 2 ബി മോഡ് പി എന്ന് കിട്ടും. ദറ്റ് ഈസ് ലെഫ്റ്റ് സൈഡിൽ എ റൈസ് ടു പി മൈനസ് 2 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എ റൈസ് ടു പി മൈനസ് 1 ആണ് വരിക. എ റൈസ് ടു പി മൈനസ് 1 ഇൻറ്റു എക്സ് കോൺഗ്രുവൻറ്റ് ടു എ റൈസ് ടു പി മൈനസ് 2 ബി മോഡ് പി എന്ന് കിട്ടും. ദറ്റ് ഈസ് എ റൈസ് ടു പി മൈനസ് 1 എന്നുള്ളത് എന്താണ്? 1 ആണ് അല്ലേ? എ റൈസ് ടു പി മൈനസ് 1 എന്ന് പറഞ്ഞാൽ ഫെർമാറ്റ്സ് തിയർ പ്രകാരം എന്താണ് പറഞ്ഞിട്ടുള്ളത്? എ റൈസ് ടു പി മൈനസ് 1 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് പി ആണ് അല്ലേ? 1 മോഡ് പി ആണ്. പണ്ടർ മോഡിലോ പി എ റൈസ് ടു പി മൈനസ് 1 എന്ന് പറഞ്ഞാൽ ആക്ച്വലി എത്രയാണ്? 1 ആണ്. അപ്പോൾ ഈ എ റൈസ് ടു പി മൈനസ് 1 പകരം നമുക്ക് എന്ത് കൊടുക്കാം? 1 എന്ന് കൊടുക്കാം. അപ്പോൾ 1 ഇൻറ്റു എക്സ് ഈസ് കോൺഗ്രുവൻറ്റ് ടു എ റൈസ് ടു പി മൈനസ് 2 ബി മോഡ് പി എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മളോട് പ്രൂവ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ നമ്മളോട് സോൾവ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ഒരു ലീനിയർ കോൺഗ്രുവൻസ് സോൾവ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. 12x ഈസ് കോൺഗ്രുവൻറ്റ് ടു 6 മോഡ് 7. 12x ഈസ് കോൺഗ്രുവൻറ്റ് ടു 6 മോഡ് 7 എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തൊട്ട് മുമ്പ് നമ്മൾ പ്രൂവ് ചെയ്തത് എന്തായിരുന്നു? എക്സിൻ്റെ വാല്യൂ കാണാനായിട്ട് പി എന്നുള്ളത് ഇവിടെ 7 ആണ്, എ എന്ന് പറയുന്നത് 12 ആണ്. പി ഡസ് നോട്ട് ഡിവൈഡ് എ ആണെങ്കിൽ അതിന് ഒരു ഇൻവേഴ്സ് ഉണ്ടായിരിക്കും. എന്താണ് ഇൻവേഴ്സ്? എ റൈസ് ടു പി മൈനസ് 2 എന്നുള്ളതാണ് അവിടുത്തെ ഇൻവേഴ്സ് ആയിട്ട് വരിക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും എന്നാണ് തൊട്ട് മുമ്പ് പറഞ്ഞത്? എക്സ് ഈസ് കോൺഗ്രുവൻറ്റ് ടു എ റൈസ് ടു പി മൈനസ് 2 ഇൻറ്റു ബി മോഡ് പി ആയിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ് കാണേണ്ടത്? അതിൻ്റെ ഇൻവേഴ്സ് ആയിട്ടുള്ള എ റൈസ് ടു പി മൈനസ് 2 എന്താണെന്നുള്ളത് നമുക്ക് കാണണം. അപ്പോൾ ഇവിടെ പി 7 ആണ്, എ എന്ന് പറഞ്ഞാൽ 12 ആണ്. അപ്പോൾ എ റൈസ് ടു പി മൈനസ് 2 എന്ന് പറഞ്ഞാൽ എന്താ വരിക? 12 റൈസ് ടു 5. അതാണ് അതിൻ്റെ ഇൻവേഴ്സ് ആയിട്ട് വരുന്നത്. 12ൻ്റെ ഇൻവേഴ്സ് ആയിട്ട് വരുന്നത് അണ്ടർ മോഡുലോ 7 ഇൻവേഴ്സ് ആയിട്ട് വരുന്നത് 12 റൈസ് ടു 5 ആണ്. തൊട്ട് മുമ്പ് പറഞ്ഞിരുന്നു ഇങ്ങനെ എ റൈസ് ടു പി മൈനസ് 2 ആണ് എയുടെ ഇൻവേഴ്സ്. അപ്പോൾ ഇവിടെ എ എന്ന് പറഞ്ഞാൽ 12 ആണ്, 12 റൈസ് ടു 7 മൈനസ് 2, അതായത് 12 റൈസ് ടു 5 ആണ് 12ൻ്റെ ഇൻവേഴ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ 12 റൈസ് ടു 5ൻ്റെ ആൻസർ നമുക്ക് കാണണം എന്താണെന്നുള്ളത്. അപ്പോൾ അത് കാണാൻ പോവുകയാണ്. അണ്ടർ മോഡുലോ 7 12 റൈസ് ടു 5 എന്താണെന്ന് കാണാൻ പോവാം. 12 എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? 14 ആണ് 7ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നത്. അപ്പോൾ 14നേക്കാളും താഴെയാണ് 12. അപ്പോൾ 12 ഈസ് സെയിം ആസ് -2 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ 12 ഈസ് കോൺഗ്രുവൻറ്റ് ടു -2 മോഡ് 7 നമുക്ക് എഴുതാൻ പറ്റും. 12ന് പകരം എന്ത് എഴുതിയാലും മതി? -2 എന്ന് എഴുതിയാലും മതി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 12 ഈസ് കോൺഗ്രുവൻറ്റ് ടു -2 മോഡ് 7 എന്ന് കിട്ടും. അപ്പോൾ 12 റൈസ് ടു 5 എന്ന് പറഞ്ഞാൽ എന്താ വരിക? -2 റൈസ് ടു 5 ആണ്. -2 റൈസ് ടു 5 എന്ന് പറഞ്ഞാൽ എന്താ വരിക? -2 സ്ക്വയർ ഇൻറ്റു 2 ക്യൂബ് എന്ന് എഴുതാൻ പറ്റും അല്ലേ? അപ്പോൾ -2 ഹോൾ റൈസ് ടു 5 ആയതുകൊണ്ട് ഒരു നെഗറ്റീവ് സൈൻ എന്തായാലും വരും. പിന്നെ 2 സ്ക്വയർ ഇൻറ്റു 2 റൈസ് ടു 3 ആണ്. 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആണ്. 2 റൈസ് ടു 3 എന്ന് പറഞ്ഞാൽ 8 ആണ്. 8 എന്ന് പറഞ്ഞാൽ അണ്ടർ മോഡുലോ 7 1 ആണ്. ഓക്കെ, അപ്പോൾ 8 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ അത് 1 എന്ന് എഴുതി. 2 സ്ക്വയർ പകരം 4 എന്ന് എഴുതി, പിന്നെ ഒരു മൈനസ് സൈൻ. അപ്പോൾ മൊത്തം എന്തായി? -4 ആയി. അപ്പോൾ 12 റൈസ് ടു 5 എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? -4 ആണ്. ഇനി എന്താണ് -4 അണ്ടർ മോഡുലോ 7 എന്ന് പറഞ്ഞാൽ? -4 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് സെയിം ആസ്
3 ആണ്. ഓക്കെ, -4 പകരം 3 എന്നെഴുതിയാലും കറക്റ്റാണ്. അപ്പോൾ 7നേക്കാളും ചെറിയൊരു നമ്പർ വരികയാണെങ്കിൽ അതിൽ നിന്ന് 7ൽ നിന്ന് 3 മൈനസ് ചെയ്താൽ എന്താ ഒരു 4, 4-നൊരു നെഗറ്റീവ് സൈൻ കൊടുക്കുക. അതേപോലെ തിരിച്ചെഴുതിയാലും അത് തന്നെയാണ് വരിക. അപ്പോൾ -4-ന് ഈക്വൽ ആയിട്ടുള്ള കോൺഗ്രുവൻസ് എന്താണ് വരുന്നത്? 3 എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ 3 ആണ് അതിൻ്റെ ഇൻവേഴ്സായിട്ട് വരുന്നത്. ഇനി അപ്പോൾ നമുക്ക് a⁻p−2ൻ്റെ വാല്യൂ കിട്ടിയിട്ടുള്ളൂ. എക്സിൻ്റെ വാല്യൂ കിട്ടണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? a⁻p−2നെ b കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. a⁻p−2 എന്ന് പറഞ്ഞാൽ ഇവിടെ 3 ആണ്. 3നെ ഇതാണ് നമ്മുടെ ഇവിടുത്തെ a⁻p−2, അതിനെ നമുക്ക് b കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. b കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക? 6 × 3. 6 × 3 എന്ന് പറഞ്ഞാൽ 18 ആണ്. 18 അണ്ടർ മോഡുലോ 7 എന്താ വരിക? 4 ആണ് വരിക. കാരണം 14 ആണ് 7ൻ്റെ മൾട്ടിപ്പിൾ. 14 കഴിഞ്ഞാൽ 15, 16, 17, 18, 4 ആണ് വരിക. അപ്പോൾ x ഈസ് കോൺഗ്രുവൻറ്റ് ടു 4 mod 7 എന്ന് കിട്ടും. അപ്പോൾ സൊല്യൂഷൻ അങ്ങനെ കാണണം. സൊല്യൂഷൻ കാണുമ്പോഴും ഫെർമാറ്റ്സ് തിയറം നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റിമൈൻഡർ കാണുമ്പോൾ ഡിവിസിബിൾ ആണോ എന്ന് നോക്കാനൊക്കെ നമ്മൾ ഫെർമാറ്റ്സ് തിയറാണ് ഉപയോഗിക്കേണ്ടത്. അടുത്തത്, ഷോ ദാറ്റ് ഫോർ എനി ഇൻറ്റീജർ n ദ നമ്പർ n⁻33 - n ഈസ് ഡിവിസിബിൾ ബൈ 15. ഓക്കെ, അപ്പോൾ നമുക്കത് കാണാൻ വേണ്ടിയിട്ട് 15നെ നമുക്ക് 15 കൊണ്ട് ഡിവിസിബിൾ ആണെന്ന് കാണിക്കാൻ വേണ്ടി എന്ത് കാണിച്ചാലും മതി. 3 കൊണ്ടും 5 കൊണ്ടും ഡിവിസിബിൾ ആണെന്ന് കാണിച്ചാൽ മതി അല്ലേ? 3 കൊണ്ടും ഡിവിസിബിൾ ആണ്, 5 കൊണ്ടും ഡിവിസിബിൾ ആണെന്ന് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യാൻ പറ്റും? 15 വെച്ച് ഡിവിസിബിൾ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫെർമാറ്റ്സ് തിയറം വെച്ചിട്ട് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? n⁻33 - n ഈസ് ഡിവിസിബിൾ ബൈ ബോത്ത് 3 and 5 ഫോർ എവറി n ആണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം n⁻33 - n-നെ നമ്മൾ എന്ത് എഴുതുകയാണ്? n ഔട്ട്സൈഡ് എടുത്താൽ n⁻32 - 1 എന്ന് എഴുതാൻ പറ്റും. ഇനി ഈ n എന്നുള്ള നമ്പർ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ആണെങ്കിൽ അപ്പോൾ അത് n × n⁻32 - 1 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. കാരണം ഒരു നമ്പറിൽ n കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇവിടെ n × സംതിങ് എഴുതി കഴിഞ്ഞാൽ ആ നമ്പർ കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ. ഓക്കെ, അപ്പോൾ 3 ഡിവൈഡ്സ് n ആണെങ്കിൽ 3 ഡിവൈഡ്സ് n × n⁻32 - 1 എന്ന് എഴുതാൻ പറ്റും. ഇനി 3 എന്നുള്ളത് ഡിവൈഡ് ചെയ്യണില്ലെങ്കിലോ? അപ്പോൾ 2 കേസുകളാണുള്ളത്. ഒന്നുകിൽ n കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന 3 വരാം, അതല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത 3 വരാം, n വരാം. ഓക്കെ, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന n വരാം, അല്ലെങ്കിൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത n വരാം. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന n വരികയാണെങ്കിൽ n × n⁻32 - 1 കൊണ്ടും എന്ത് ചെയ്യാൻ പറ്റും? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇനി 3 ഡസ് നോട്ട് ഡിവൈഡ് n, ഡിവൈഡ് ചെയ്യണില്ല എന്ന് വിചാരിക്കും. അപ്പോൾ n-നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തൊരു നമ്പർ ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? നമുക്ക് ഫെർമാറ്റ്സ് തിയറം വെച്ചിട്ട് എന്ത് എഴുതാൻ പറ്റും? നമ്മൾ പഠിച്ചിട്ടുണ്ട് a⁻p−1 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 mod p എന്ന്. a എന്ന് പറഞ്ഞാൽ ഇവിടെ n എടുക്കുക, p എന്ന് പറഞ്ഞാൽ ഇവിടെ 3 എടുക്കുക. അപ്പോൾ a⁻p−1 എന്ന് പറഞ്ഞാൽ n⁻2 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 mod 3 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ n⁻32 - 1 എന്താണെന്ന് നോക്കുകയാണ് കേട്ടോ. n⁻32നെ നമുക്ക് n²16 എന്ന് എഴുതിക്കൂടെ? -1 ദറ്റ് ഈസ് ഈക്വൽ ടു n² എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താ? അണ്ടർ മോഡുലോ 3 എന്താണെന്നാണ് പറഞ്ഞത്? 1 ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ n²ന് പകരം 1 കൊടുക്കാം. 1⁻16 - 1. 1⁻16 എന്ന് പറഞ്ഞാൽ എന്താ? 1 തന്നെയാണ്. 1 - 1 എന്ന് പറഞ്ഞാൽ 0. അപ്പോൾ n⁻32 - 1 ഈസ് മൾട്ടിപ്പിൾ ഓഫ് 3 എന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയത്. അതായത് n 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ആണെങ്കിൽ ഉറപ്പായിട്ടും n⁻33 - n കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതിന് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത നമ്പർ ആണെങ്കിൽ n⁻32 - 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് അതിനെന്തുണ്ട്? 3 എന്നുള്ളൊരു ഫാക്ടർ ഉണ്ട്, അല്ലെങ്കിൽ 3 ഡിവൈഡ്സ് n⁻32 - 1 നമുക്ക് പറയാൻ പറ്റും. ഇനി തിരിച്ച് n എന്നുള്ളത് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പറാണോ നോക്കുക. n എന്നുള്ളത് 5 നേരത്തെ പറഞ്ഞ അതേ ഇതുപോലെ നമുക്ക് എന്ത് പറയാൻ പറ്റും? n എന്നുള്ളത് n × n⁻32 - 1 എന്ന് എഴുതാൻ പറ്റും. 5 n-നെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ 5 ഏതിനെയും ഡിവൈഡ് ചെയ്യും? n × n⁻32 - 1നെയും ഡിവൈഡ് ചെയ്യും. ഓക്കെ, അത് തന്നെയാണ് ഈ ഭാഷയിലും എഴുതിയിട്ടുള്ളത് കേട്ടോ. n ഈസ് കോൺഗ്രുവൻറ്റ് ടു 0 mod 5 ആണെങ്കിൽ n⁻33 - n എന്നുള്ളതും 0 mod 5 ആയിരിക്കും. ഈ പറഞ്ഞ കാര്യം തന്നെ തിരിച്ചെഴുതിയേക്കുന്നതാണ്. ഒന്നുകിൽ മൾട്ടിപ്പിളാന്ന് പറയാം, അല്ലെങ്കിൽ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് പറയാം, അതല്ലെങ്കിൽ ഈ ഒരു കോൺഗ്രുവൻസിൻ്റെ ഭാഷയിൽ പറയാം. എല്ലാം ഒന്ന് തന്നെയാണ്. ഇനി n എന്നുള്ളത് 5ൻ്റെ ഒരു മൾട്ടിപ്പിൾ അല്ല എന്ന് വിചാരിക്കുക. അതായത് n ഈസ് നോട്ട് കോൺഗ്രുവൻറ്റ് ടു 0 mod 5 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫെർമാറ്റ്സ് തിയറം പ്രകാരം നമുക്ക് എന്ത് എഴുതാൻ പറ്റും? n⁻4 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 mod 5 എന്ന് എഴുതാൻ പറ്റും. അതായത് a⁻p−1 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 mod p. ആ ഫോമിൽ എഴുതി. അപ്പോൾ n⁻32 - 1നെ എങ്ങനെ എഴുതുക? n⁻32നെ നമുക്ക് n⁻4 എന്ന് എഴുതാം. -1 n⁻4 എന്ന് പറഞ്ഞാൽ 1 ആണെന്നാണ് തൊട്ട് മുമ്പ് പറഞ്ഞത്. അപ്പോൾ 1 - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ അതും എന്തായി? ഡിവിസിബിൾ ബൈ 5 ആണ്. അപ്പോൾ n³ അല്ല, n⁻33 - n എന്നുള്ളത് 5 കൊണ്ടും ഡിവിസിബിൾ ആണ്, 3 കൊണ്ടും ഡിവിസിബിൾ ആണ്. അപ്പോൾ നമുക്കത് അതിൻ്റെ പ്രോഡക്റ്റായ 15 കൊണ്ടും ഡിവിസിബിൾ ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി ഷോ ദാറ്റ് 6 ഈസ് ദ ഇൻറ്റഗ്രൽ റൂട്ട് ഓഫ്
എക്സ് റേസ് ടു 7 പ്ലസ് എക്സ് പ്ലസ് 2 ഈസ് കോൺഗ്രുവൻറ്റ് ടു 0 mod 7. എന്താ പറഞ്ഞത്? ഇൻ്റഗ്രൽ റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഇപ്പോൾ നമ്മൾ 6 എന്നുള്ള വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് സാറ്റിസ്ഫൈ ചെയ്യണം എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ 6 നമുക്ക് ഫെർമാറ്റ്സ് തിയറി പ്രകാരം എന്ത് പറയാൻ പറ്റും? 6 എന്നുള്ളത് 7നെ ഡിവൈഡ് ചെയ്യുന്നില്ല, അതുകൊണ്ട് 6 റേസ് ടു 7 ഈസ് കോൺഗ്രുവൻറ്റ് ടു 6 mod 7 എന്ന് എഴുതാൻ പറ്റും. ഫെർമാറ്റ്സ് തിയറത്തിൻ്റെ കൊറോളറി പ്രകാരം നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 6 റേസ് ടു 7 ഈസ് കോൺഗ്രുവൻറ്റ് ടു 6 mod 7 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ 6 റേസ് ടു 7 പ്ലസ് 6 പ്ലസ് 2, അതായത് ഈ ഇക്വേഷനിൽ 6 എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ വരിക നോക്കുകയാണ് കേട്ടോ. അപ്പോൾ 6 റേസ് ടു 7 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ നമ്മൾ എന്താണെന്നാണ് പറഞ്ഞത്? 6 റേസ് ടു 7 എന്ന് പറഞ്ഞാൽ 6 ആണ്. അപ്പോൾ ഈ 6 റേസ് ടു 7ന് പകരം നമ്മൾ 6 നിട്ടു. ഓക്കെ, ബാക്കി ഇവിടെ എക്സ് പ്ലസ് 2ൽ ഇത് കൊടുക്കുമ്പോൾ 6 പ്ലസ് 2 അങ്ങനെ തന്നെ വന്നു. അപ്പോൾ 6 പ്ലസ് 6 പ്ലസ് 2 എന്ന് വന്നു. 6 പ്ലസ് 6 എന്ന് പറഞ്ഞാൽ എന്താ? 12. 12 പ്ലസ് 2 എന്ന് പറഞ്ഞാൽ എന്താ? 14. 14 അണ്ടർ മോഡുലോ 7 എന്താ വരുന്നത്? 0 ആണ് വരുന്നത്. അപ്പോൾ 6 എന്നുള്ളത് അതിൻ്റെ റൂട്ടാണെന്ന് കിട്ടി. ഓക്കെ, അടുത്തത്, ഇഫ് പി ഈസ് എ പ്രൈം നമ്പർ ഷോ ദാറ്റ് ദ ഡിഫറൻസ് ഓഫ് ദി pth പവർ ഓഫ് എനി ടു ഇൻറ്റീജേഴ്സ്. pth പവർ ഓഫ് എനി ടു ഇൻറ്റീജേഴ്സ് എന്ന് പറഞ്ഞാൽ എക്സും വൈയും രണ്ട് ഇൻറ്റീജേഴ്സ് ആണെന്ന് വിചാരിക്കും. അതിൻ്റെ pth പവർ എന്ന് പറയുമ്പോൾ എന്താ വരിക? എക്സ് റേസ് ടു പി വൈ റേസ് ടു പി. അതെന്താണെന്ന് പറയുന്നത്? pth പവർ ഓഫ് എനി ടു നമ്പേഴ്സ് എക്സീഡ്സ് ദ ഡിഫറൻസ് ഓഫ് ദ നമ്പേഴ്സ്. ആ രണ്ട് നമ്പറിൻ്റെ ഡിഫറൻസ് അതിനെ എന്ത് ചെയ്യുന്നു എന്നാണ് പറയുന്നത്? ബൈ എ മൾട്ടിപ്പിൾ ഓഫ് പി. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇതാണ്, അതായത് ദ ഡിഫറൻസ് ഓഫ് pth പവർ ഓഫ് എനി ടു നമ്പേഴ്സ്, അതായത് എക്സ് റേസ് ടു പി മൈനസ് വൈ റേസ് ടു പി, അതാണ് pth പവർ ഓഫ് എനി ടു നമ്പേഴ്സ്. അത് തമ്മിലുള്ള ഡിഫറൻസും എക്സ് മൈനസ് വൈ എന്നുള്ള രണ്ട് നമ്പേഴ്സിൻ്റെ ഡിഫറൻസും എക്സീഡ്സ് ദ ഡിഫറൻസ് ബൈ എ മൾട്ടിപ്പിൾ ഓഫ് പി എന്ന് പറഞ്ഞാൽ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരിക്കും എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഇതൊരു മൾട്ടിപ്പിൾ ഓഫ് പി ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഇതാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. എക്സ് റേസ് ടു പി മൈനസ് വൈ റേസ് ടു പി മൈനസ് എക്സ് മൈനസ് വൈ എന്നുള്ളത് എന്താണെന്ന് പ്രൂവ് ചെയ്യണം? പിയുടെ ഒരു മൾട്ടിപ്പിൾ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എക്സും വൈയും രണ്ട് നമ്പേഴ്സ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പ്രൂവ് ചെയ്യാൻ പറ്റും? ഈ ഫെർമാറ്റ്സ് തിയറത്തിൻ്റെ കൊറോളറി പ്രകാരം നമുക്ക് എന്ത് എഴുതാൻ പറ്റും? എക്സ് റേസ് ടു പി ഈസ് കോൺഗ്രുവൻറ്റ് ടു എക്സ് മോഡ് പി എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ എക്സ് ലെഫ്റ്റിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? എക്സ് റേസ് ടു പി മൈനസ് എക്സ് ഈസ് കോൺഗ്രുവൻറ്റ് ടു 0 mod പി എന്ന് എഴുതാൻ പറ്റും. അതേപോലെ വൈ റേസ് ടു പി ഈസ് കോൺഗ്രുവൻറ്റ് ടു വൈ മോഡ് പി ആണ്. അപ്പോൾ വൈ റേസ് ടു പി മൈനസ് വൈ ഈസ് കോൺഗ്രുവൻറ്റ് ടു 0 mod പി എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? എക്സ് റേസ് ടു പി മൈനസ് വൈ റേസ് ടു പി മൈനസ് എക്സ് മൈനസ് വൈ ഈസ് കോൺഗ്രുവൻറ്റ് ടു 0 mod പി എന്ന് കിട്ടും. അത് തന്നെയാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് എവറി സ്ക്വയർ നമ്പർ ഈസ് ഓഫ് ദ ഫോം 5n ഓർ 5n പ്ലസ് 1. ഏത് സ്ക്വയർ നമ്പർ എടുത്താലും അത് ഒന്നുകിൽ 5n എന്നുള്ള ഫോമിലായിരിക്കും, അതല്ലെങ്കിൽ 5n പ്ലസ് ഓർ മൈനസ് 1 എന്നുള്ള ഫോമിലായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു നമ്പർ എടുക്കുകയാണ്, n എന്നുള്ളൊരു നമ്പർ. ഓക്കെ, എന്നുള്ളത് അത് 5നോട് പ്രൈം അല്ലാത്ത നമ്പറാണെന്ന് വിചാരിക്കും. n ഇസ് നോട്ട് റിലേറ്റീവ്ലി പ്രൈം ടു n എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? 5നും n-നും കോമൺ ആയിട്ടുള്ള മൾട്ടിപ്പിൾസ് ഉണ്ട് എന്നാണ് അതിൻ്റെ മീനിങ് കേട്ടോ. n ഈസ് നോട്ട് റിലേറ്റീവ്ലി പ്രൈം ടു 5 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ n സ്ക്വയർ തീർച്ചയായിട്ടും 5n എഴുതാൻ പറ്റും. n-നോട് 5ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു നമ്പർ എടുക്കുക. അതാണ് n ഈസ് നോട്ട് റിലേറ്റീവ്ലി പ്രൈം ടു 5 എന്ന് പറഞ്ഞാൽ 5ൻ്റെ ഏതെങ്കിലും ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും n. അങ്ങനെയാണെങ്കിൽ n-ൻ്റെ സ്ക്വയർ എടുത്താലും അത് 5ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. അതിന് തർക്കമില്ലാത്ത കാര്യമാണ്. അപ്പോൾ n സ്ക്വയർ ഈക്വൽ ടു 5n എന്നുള്ളത് കറക്റ്റായി. ഇനി നമുക്ക് ഒരു പോസിബിലിറ്റി ഉള്ളത് എന്താ? n എന്നുള്ളത് 5ൻ്റെ ഒരു മൾട്ടിപ്പിൾ അല്ല എന്ന് വിചാരിക്കും. ഓക്കെ, അതാണ് പറയുന്നത് n ഈസ് പ്രൈം ടു 5. n ഈസ് പ്രൈം ടു 5, n ഈസ് റിലേറ്റീവ്ലി പ്രൈം ടു 5 എന്ന് പറഞ്ഞാൽ n-നും 5നും കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഒന്നും ഇല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. റിലേറ്റീവ്ലി പ്രൈം എന്ന് പറഞ്ഞാൽ അതിന് രണ്ടിനും കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഇല്ല. അങ്ങനെയാണെങ്കിൽ എന്താ വരിക? n ഈസ് നോട്ട് റിലേറ്റീവ്ലി പ്രൈം ടു 5 ആണെങ്കിൽ നമുക്ക് ഫെർമാറ്റ്സ് തിയറി പ്രകാരം എന്ത് എഴുതാൻ പറ്റും? n റേസ് ടു 4, അതായത് a റേസ് ടു p മൈനസ് 1 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 mod p എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, എഴുതി കാണിക്കാം. n റേസ് ടു 4 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 mod, ഇവിടെ p എന്ന് പറഞ്ഞാൽ നമ്മൾ 5 ആണ് എടുക്കുന്നത്, 1 mod 5. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? n റേസ് ടു 4 മൈനസ് 1 എന്നുള്ളത് എന്താണെന്ന് എഴുതാൻ പറ്റും? ഇറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 5 എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. n റേസ് ടു 4 മൈനസ് 1 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 5. n റേസ് ടു 4 മൈനസ് 1നെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? n സ്ക്വയർ മൈനസ് 1 ഇൻറ്റു n സ്ക്വയർ പ്ലസ് 1 എന്ന് എഴുതാം. ഓക്കെ, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, അത് മൾട്ടിപ്പിൾ ഓഫ് 5 എന്ന് എഴുതാം. അതായത് n സ്ക്വയർ എന്ന് പറയുന്നത് ഏത് കേസ് എടുത്താലും നമുക്ക് n സ്ക്വയർ മൈനസ് 1 മൾട്ടിപ്പിൾ ഓഫ് 5 ആണെങ്കിൽ n സ്ക്വയർ ഈക്വൽ ടു 5n പ്ലസ് 1 എന്ന് എഴുതാം. n സ്ക്വയർ പ്ലസ് 1 ആണ് മൾട്ടിപ്പിൾ ഓഫ് 5 ആണെങ്കിൽ n സ്ക്വയർ ഈക്വൽ ടു 5n മൈനസ് 1 എന്ന് എഴുതാം. അപ്പോൾ ഇത് ഒന്നുകിൽ സ്ക്വയർ നമ്പർ 5n എന്നുള്ള ഫോമിലായിരിക്കും, അതല്ലെങ്കിൽ അത് 5ഉം n-ഉം റിലേറ്റീവ്ലി പ്രൈം അല്ലെങ്കിൽ 5 എന്നുള്ള ഫോം ആയിരിക്കും. ഇനി റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ അത് ഈ ഫോം ആയിരിക്കും. അപ്പോൾ ഏത് സ്ക്വയർ നമ്പർ എടുത്താലും ഇതിലേതെങ്കിലും ഒരു ഫോം ആയിരിക്കും വരിക.
അടുത്തത് പിയും ക്യൂവും രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് പ്രൈംസ് ആണ്. അങ്ങനെയാണെങ്കിൽ എ റേസ് ടു പി ഈസ് കോൺഗ്രുവൻറ്റ് ടു എ മോഡ് ക്യൂ ആണെന്ന് തന്നിട്ടുണ്ട്. അതേപോലെ എ റേസ് ടു ക്യൂ ഈസ് കോൺഗ്രുവൻറ്റ് ടു എ മോഡ് പി ആണെന്നും തന്നിട്ടുണ്ട്. നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് എ റേസ് ടു പി ക്യൂ ഈസ് കോൺഗ്രുവൻറ്റ് ടു എ മോഡ് പി ക്യൂ എന്നാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. എ റേസ് ടു പി ക്യൂ ഈസ് കോൺഗ്രുവൻറ്റ് ടു എ മോഡ് പി ക്യൂ എന്നാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫെർമാറ്റ്സ് തിയറി പ്രകാരം നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? എ റേസ് ടു പി ഈസ് കോൺഗ്രുവൻറ്റ് ടു എ മോഡ് പി എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? എ റേസ് ടു പി ഈസ് കോൺഗ്രുവൻറ്റ് ടു എ മോഡ് പി എന്ന് പഠിച്ചിട്ടുണ്ട്. ഈ എക്ക് പകരം നമ്മൾ എ റേസ് ടു ക്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്താ എഴുതുക? എ റേസ് ടു ക്യൂ ഹോൾ റേസ് ടു പി ഈസ് കോൺഗ്രുവൻറ്റ് ടു ഈ എക്ക് പകരം എന്ത് എഴുതാം? എ റേസ് ടു ക്യൂ മോഡ് പി അങ്ങനെ എഴുതാൻ പറ്റും. ഓക്കെ, പക്ഷേ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എ റേസ് ടു ക്യൂ എന്ന് പറഞ്ഞാൽ എന്താ? എ മോഡ് പി ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, എ റേസ് ടു ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ? എ മോഡ് പി ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ എ റേസ് ടു ക്യൂവിനെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? എ റേസ് ടു ക്യൂ എന്ന് പറഞ്ഞാൽ എ മോഡ് പി ആണെന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? എ റേസ് ടു ലെഫ്റ്റ് സൈഡ് എന്താ കിട്ടിയത്? പി ക്യൂ. എ റേസ് ടു പി ക്യൂ എന്നുള്ളത് കോൺഗ്രുവൻറ്റ് ടു എ മോഡ് പി. ഇതാണ് നമ്മളിപ്പോൾ കിട്ടിയത് റിസൾട്ട്. ഓക്കെ, അതെങ്ങനെ എഴുതാം? അതാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. എ റേസ് ടു പി ക്യൂ ഈസ് കോൺഗ്രുവൻറ്റ് ടു എ മോഡ് പി. അതിൻ്റെ അർത്ഥം എന്താ? എ റേസ് ടു പി ക്യൂ മൈനസ് എ എന്നുള്ളത് പിൻ്റെ ഒരു മൾട്ടിപ്പിളാണ്. അതിൻ്റെ അർത്ഥം പി ഡിവൈഡ്സ് എ റേസ് ടു പി ക്യൂ മൈനസ് എ. ഇതേപോലെ നമ്മൾ എടുത്തത് എക്ക് പകരം എ റേസ് ടു ക്യൂ ആണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ഇവിടെ നമ്മൾ എ റേസ് ടു ക്യൂ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട്. ഇതിന് പകരം എ റേസ് ടു പി ചെയ്തിട്ട് ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ എന്തും പ്രൂവ് ചെയ്യാൻ പറ്റും? ക്യൂ ഡിവൈഡ്സ് എ റേസ് ടു പി ക്യൂ മൈനസ് എ എന്ന് എഴുതാം. അപ്പോൾ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്താൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? പിയും എ റേസ് ടു പി ക്യൂ മൈനസ് എനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്, ക്യൂവും എ റേസ് ടു പി ക്യൂ മൈനസ് എനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അർത്ഥം പി ക്യൂ ഡിവൈഡ്സ് എ റേസ് ടു പി ക്യൂ മൈനസ് എ എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. അതായത് പിൻ്റെ മൾട്ടിപ്പിളാണ്, ക്യൂവിൻ്റെ മൾട്ടിപ്പിളാണ്, അതുകൊണ്ട് പി ക്യൂവിൻ്റെ മൾട്ടിപ്പിളാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്താൽ ഇത് കോൺഗ്രുവൻസിൻ്റെ ഭാഷയിൽ എങ്ങനെ എഴുതാം? എ റേസ് ടു പി ക്യൂ ഈസ് കോൺഗ്രുവൻറ്റ് ടു എ മോഡ് പി ക്യൂ എന്ന് എഴുതാം. അടുത്ത തിയറം, let p1 p2 etc pk be any distinct primes, a any positive integer and l equal to LCM of p1 minus 1 p2 minus 1 etc pk minus 1, then a raised to I plus l plus 1 is congruent to a mod p1 p2 etc pk. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ തന്നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഫെർമാറ്റ്സ് തിയറി പ്രകാരം നമ്മൾ പഠിച്ചിട്ടുള്ള എന്താ? എ റേസ് ടു പി മൈനസ് 1 ഈസ് കോൺഗ്രുവൻറ്റ് ടു എ മോഡ് പി എന്ന് എഴുതാൻ പറ്റും. അല്ല, എ മോഡ് പി അല്ല, പി മൈനസ് 1 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് പി എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇതിന് പി ഐ വെച്ചിട്ട് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? എ റേസ് ടു പി ഐ മൈനസ് 1 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് പി ഐ എന്ന് എഴുതാൻ പറ്റും. അതിൻ്റെ അർത്ഥം എന്താ? P1 ആയാലും ട്രൂ ആണ്, P2 ആയാലും ട്രൂ ആണ്, എല്ലാം ട്രൂ ആണ് അല്ലേ? അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? എ റേസ് ടു, പിന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഈ എൽ എന്ന് പറയുന്നത് ഇത്രയും നമ്പേഴ്സിൻ്റെ LCM ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഓരോ നമ്പറും എന്തിനെ ഡിവൈഡ് ചെയ്യുന്നു നമുക്ക് പറയാം? എല്ലിനെ ഡിവൈഡ് ചെയ്യുന്നു പറയാം. അപ്പോൾ പി ഐ മൈനസ് 1 എന്നുള്ളത് എല്ലിനെ ഡിവൈഡ് ചെയ്യുന്നു നമുക്ക് പറയാൻ പറ്റും. ഇനി ഈ കോൺഗ്രുവൻസിൽ നമ്മൾ ഇവിടെ ഈ എ റേസ് ടു പി ഐ മൈനസ് 1നെ ഈ ഒരു നമ്പർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? മൾട്ടിപ്ലൈ ചെയ്യണം. അടുത്ത സ്റ്റെപ്പിൽ നോക്കൂ. അടുത്ത സ്റ്റെപ്പിൽ എ റേസ് ടു പി ഐ മൈനസ് എല്ലിനെ നമ്മൾ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യണം? 1 എൽ ബൈ പി ഐ മൈനസ്, ഇവിടെ 1 ആണ് കേട്ടോ, എല്ലല്ല സോറി, ഇവിടെ ഇത് 1 ആണ്, പി ഐ മൈനസ് 1 ആണ്, ഇവിടെ പി ഐ മൈനസ് 1 ആണ്, ഇവിടെ എൽ ഡിവൈഡഡ് ബൈ പി ഐ മൈനസ് 1 ആണ് കേട്ടോ. അത് വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക, എൽ ബൈ പി ഐ മൈനസ് 1. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ദറ്റ് ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് പി ഐ എന്ന് എഴുതാൻ പറ്റും. കാരണം എന്താ? ലെഫ്റ്റ് സൈഡ് എന്താ വരുന്നത്? എ റേസ് ടു പി ഐ മൈനസ് എൽ ഇൻറ്റു എൽ ബൈ പി ഐ മൈനസ് 1 എന്ന് പറഞ്ഞാൽ ആക്ച്വലി അത് ക്യാൻസൽ ചെയ്തിട്ട് എന്താണ് വരുന്നത്? ഇതിൽ നിന്ന് നമുക്ക് എന്തെഴുതാൻ പറ്റും? എ റേസ് ടു, ഒരു മിനിറ്റ്, ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എന്തെഴുതാൻ പറ്റുക? എഴുതി കാണിക്കാം. ഇതിൽ നിന്ന് നമുക്ക് എന്തെഴുതാം? ഇതെന്ന് പറഞ്ഞാൽ എന്താ? എ റേസ് ടു എൽ ആണ്. ഓക്കെ, എ റേസ് ടു എൽ കോൺഗ്രു, കാരണം പി ഐ മൈനസ് 1 പി ഐ മൈനസ് 1 കട്ട് ചെയ്ത് പോകും. ഇവിടെ 1 റേസ് ടു എന്ത് പവർ എടുത്താലും 1 തന്നെയാണ് വരിക. അപ്പോൾ റൈറ്റ് സൈഡ് 1 തന്നെയാണ് വരുന്നത്. 1 മോഡ് പി ഐ എന്നാണ് നമുക്ക് കിട്ടിയത്. എ റേസ് ടു എൽ ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് പി ഐ എന്നാണ് കിട്ടിയത്. ഈ രണ്ട് സൈഡിൽ നമ്മൾ എ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ലെഫ്റ്റ് സൈഡിൽ എ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റുക? എ റേസ് ടു എൽ ഇൻറ്റു എ അല്ലേ? എ റേസ് ടു എൽ ഇൻറ്റു എനെ നമുക്ക് എന്ത് എഴുതാം? എ റേസ് ടു എൽ പ്ലസ് 1 എഴുതാം. അതായത് ഇങ്ങനെ എ റേസ് ടു എൽ ഇൻറ്റു എ എന്നാണ്.
അപ്പോൾ ഇവിടെ പവർ 1 ആണ്. അപ്പോൾ എ റേസ് ടു എൽ പ്ലസ് 1 ആണ് ലെഫ്റ്റ് സൈഡിൽ വരിക. റൈറ്റ് സൈഡിൽ എ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ എഴുതാം, ദറ്റ് ഈസ് എ റേസ് ടു എൽ പ്ലസ് 1 ഈസ് കോൺഗ്രുവൻറ്റ് ടു എ മോഡ് P1 PI എന്ന് എഴുതാൻ പറ്റും. അത് ഓരോ പി ഐക്കും ട്രൂ ആയതുകൊണ്ട് എ റേസ് ടു എൽ പ്ലസ് 1 ഈസ് കോൺഗ്രുവൻറ്റ് ടു എ മോഡ് P2, എ മോഡ് P3, എ മോഡ് P4 അങ്ങനെ വരും. അപ്പോൾ നമുക്ക് ക്ലബ് ചെയ്തിട്ട് എന്ത് എഴുതാൻ പറ്റും, ദറ്റ് ഈസ് എ റേസ് ടു എൽ പ്ലസ് 1 ഈസ് കോൺഗ്രുവൻറ്റ് ടു എ മോഡ് LCM ഓഫ് P1, P2 എക്സെട്ര PK എന്ന് എഴുതാൻ പറ്റും. അതിൻ്റെ അർത്ഥം എന്താ, എ റേസ് ടു എൽ പ്ലസ് 1 ഈസ് കോൺഗ്രുവൻറ്റ് ടു എ മോഡ് LCM ഓഫ് അതെല്ലാം പ്രൈംസ് ആണ്. P1, P2 എക്സെട്ര PKയുടെ പ്രൈം ആയതുകൊണ്ട് അതിൻ്റെ LCM എന്താ വരിക, അതിൻ്റെ പ്രോഡക്റ്റ് തന്നെയാണ് വരിക. അപ്പോൾ P1 ഇൻറ്റു P2 ഇൻറ്റു എക്സെട്ര ഇൻറ്റു PK എന്നാണ് വരിക. ഓക്കെ, പ്രൈം നമ്പേഴ്സിൻ്റെ LCM എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രോഡക്റ്റ് ആയിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ അത് കറക്റ്റായി. ഇനി അത് വെച്ചിട്ട് നമുക്കൊരു പ്രോബ്ലം നോക്കാം. എ എന്ന് പറയുന്ന ഒരു ഇൻറ്റീജറാണ്, പി എന്ന് പറയുന്ന ഒരു പ്രൈം നമ്പറാണ്, ഗ്രേറ്റർ ദാൻ 3 എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എ റേസ് ടു പി ഈസ് കോൺഗ്രുവൻറ്റ് ടു എ മോഡ് 6p എന്ന് എടുക്കാൻ പറയുന്നു. അപ്പോൾ തൊട്ട് മുമ്പ് പറഞ്ഞ തിയറത്തിൽ നമ്മൾ P1നെ 2 എന്നും P2നെ 3 എന്നും P3നെ ഒരു P എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ തൊട്ട് മുമ്പ് പറഞ്ഞ തിയറ പ്രകാരം ഈ P1 ഇൻറ്റു P2 ഇൻറ്റു P3 എന്ന് പറഞ്ഞാൽ എന്താ വരിക, 2 ഇൻറ്റു 3 ഇൻറ്റു P എന്നാണ് വരിക, ദറ്റ് ഈസ് 6p എന്നാണ് വരിക. അപ്പോൾ ഇതിൻ്റെ LCM എന്താ വരിക, LCM ഓഫ് P1 - 1, P2 - 1, P3 - 1 എന്ന് പറഞ്ഞാൽ LCM ഓഫ് 1 to P - 1. അപ്പോൾ 1ഉം 2ഉം P - 1 എന്ന് പറഞ്ഞാൽ എന്താ, പ്രൈം P എന്നുള്ളത് ഗ്രേറ്റർ ദാൻ 3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും അതിൻ്റെ LCM എന്തേ വരുള്ളൂ, P - 1 വരുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് തൊട്ട് മുമ്പിലത്തെ തിയറപ്രകാരം എന്താ, തൊട്ട് മുമ്പിൽ നമ്മൾ എന്താണ് അതിൻ്റെ ഇതിൽ പറഞ്ഞത് എന്താണ്, എ റേസ് ടു എൽ പ്ലസ് 1 ഈസ് കോൺഗ്രുവൻറ്റ് ടു എ മോഡ് P1 ഇൻറ്റു P2 ഇൻറ്റു PK എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് പ്രകാരം നമുക്ക് എന്താ എഴുതാൻ പറ്റും, എ റേസ് ടു ഇവിടുത്തെ LCM P - 1 ആയിരുന്നു, അതിൻ്റെ കൂടെ 1 കൂട്ടുമ്പോൾ എന്താ വരിക, P + 1 P - 1 + 1, അപ്പോൾ P എന്ന് വരും. എ റേസ് ടു P ഈസ് കോൺഗ്രുവൻറ്റ് ടു എ മോഡ് P1 ഇൻറ്റു P2 ഇൻറ്റു P3 എന്ന് പറഞ്ഞാൽ 6p എന്ന് വരും. അപ്പോൾ തൊട്ട് മുമ്പത്തെ തിയറത്തിൽ സബ്സ്റ്റിറ്റ്യൂഷനാണ് കേട്ടോ. P1ന് 2 കൊടുക്കുക, P2ന് 3 കൊടുക്കുക, P3ക്ക് P കൊടുത്തു കഴിഞ്ഞാൽ ഈ ആൻസർ ഫോളോ ചെയ്യും. ഓക്കെ, പിന്നെ ഒരു കറക്ഷൻ ഉണ്ട് ഇവിടെ, എ റേസ് ടു എൽ പ്ലസ് 1 ആണ് കേട്ടോ, ശ്രദ്ധിക്കുക വായിക്കുമ്പോൾ. ഓക്കെ.